നിങ്ങളെ ഭയപ്പെടുത്തണമെന്നാണ്. നിങ്ങൾക്ക് ശേഷം ഈ പള്ളിയിലേക്ക് വരാൻ, ഈ പതാക വഹിക്കാൻ, ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേറെ ആളുകൾ നിങ്ങളുടെ പിറകിൽ വരുന്നില്ല എന്ന ഭയമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്നാണ്. ബാലകേരളം എന്ന് പറഞ്ഞ് MSF-കാരൻ അവരുടെ കൊച്ചനുജന്മാരെ സംഘടിപ്പിക്കുന്ന സംഘവും ഇന്ന് മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിലുണ്ട്. ജാഗ്രതയോടെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ എല്ലാ ശാഖകളിലും ഉള്ളയിടത്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാത്തയിടത്തും ആ കൊച്ചുകുട്ടികളെ കൂടെ ഈ സംഘത്തിന്റെ കൂടെ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആമുഖമായി പറയുകയാണ്. 75 വർഷമാവുകയാണ് ഈ മെമ്പർഷിപ്പിന്റെ കാലയളവ്. 75 വർഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടൊപ്പം നമ്മൾ നടന്ന വർഷമാണ്. ഇന്ത്യക്കും വയസ്സ് 75 ഏകദേശം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായിട്ട് 6 മാസത്തിലധികം കാലം കാത്തിരുന്നിട്ടാണ് 48 നമ്മൾ മാർച്ച് മാസം പാർട്ടി ഉണ്ടാക്കുന്നത്. എന്തിനായിരുന്നു ഈ കാലയളവ് എന്ന്, എന്തിനായിരുന്നു ഈ 5-6 മാസം കാത്തിരുന്നത് എന്ന് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയെ വിലയിരുത്തുന്നവർക്കും ലീഗ് നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യത പ്രസക്തി പറഞ്ഞ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ശരിവെക്കലുകളിൽ മനസ്സിലാകും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 75 കൊല്ലമായി 75 കൊല്ലമായി അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ അതിൽ വന്നു ചേർന്ന നമ്മളുമുണ്ട്. നമ്മുടെ ജീവിതം ഇതിനകത്താണ്. ഏകദേശം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അത് ശരിയായിരുന്നു. നമ്മളെടുത്ത തീരുമാനത്തിൽ അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഇടക്കിടക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വിവേചന ബുദ്ധിയുണ്ട്, നിങ്ങൾ ചിന്തിക്കൂ എന്ന് നിരന്തരമായി പറയുന്നത് ഒരു ചിന്തയുടെ പ്രോസസ്സ് നടക്കാതിരിക്കരുത് എന്നതുകൊണ്ടാണ്. നിങ്ങൾ മുസ്ലിം ആയതിൽ നിങ്ങൾക്ക് നന്മയുണ്ടോ? നിങ്ങൾ വിശ്വാസികളാണ് എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാജയമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഈമാനിനെ ഇടക്കിടക്ക് കൊട്ടിനോക്കണമെന്നാണ്. ശരിയാണോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. 75ാമത്തെ വർഷവും മുസ്ലിം ലീഗിനകത്തിരുന്ന് നിങ്ങൾക്ക് ആലോചിക്കാം, ഈ കൊടി പിടിച്ചത്, ഇതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചത്, MSF ആയത്, യൂത്ത് ലീഗായത്, ഇപ്പോൾ ലീഗായി നിൽക്കുന്നത് ശരിയായിരുന്നു. നമ്മളെടുത്ത തീരുമാനം പിഴച്ചു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ പശ്ചാത്തലം വളരെ വ്യത്യസ്തമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ പച്ച പിടിച്ച് മുസ്ലിം ലീഗ് നിൽക്കുന്നൊന്നുമില്ല. കേരളത്തിലാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഇടം. നേർക്കുനേരെ നിന്നാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ 19 MP-മാരെ വരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അംഗബലമുള്ള ആസാം പോലെയുള്ള സ്റ്റേറ്റുകളുണ്ട്, ഉത്തർപ്രദേശ് അല്ലാതെ തന്നെ. അവിടങ്ങളിലൊന്നും ലീഗ് രാഷ്ട്രീയ പാർട്ടി ശക്തമായി നിന്നിട്ടില്ല. കേരളത്തിലാണ് സവിശേഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. അതെന്താണ് നമുക്കറിയാം. കേരളത്തിന് പുറത്ത് നവാബുമാർ ഭരിച്ചിരുന്നവർ, മുഗളന്മാർ ഭരിച്ചിരുന്നവർ, രാജാക്കന്മാർ, സുൽത്താൻമാർ, നമ്മുടെ അതിർത്തികളിൽ പോലും അങ്ങ് മൈസൂരിലേക്ക് പോയാൽ, ഹൈദരാബാദിലേക്ക് പോയാൽ ഒക്കെ മുസ്ലിം ഉഗ്രപ്രതാപികളായിട്ടുള്ള മുസ്ലിം രാജാക്കന്മാർ, മുസ്ലിം നൈസാമുമാർ, മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ഭരണകൂടത്തിന്റെയോ അധികാരിവർഗത്തിന്റെയോ ലാളനകൾ വേണ്ടുവോളം ലഭിച്ച പ്രദേശങ്ങളാണ് കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങൾ. എന്നാൽ കേരളത്തില് കൃത്യമായ ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു മുസ്ലിം ഉമ്മത്തായിരുന്നു ഉണ്ടായിരുന്നത്. 921 ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു നിയോജക മണ്ഡലം കൂടിയാണ് കൊണ്ടോട്ടി. പൂക്കോട്ടൂർ അടക്കമുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് പ്രാദേശികമായി തടിച്ചുകൂട്ടിയ ചേർന്നു വന്ന ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ സംഘങ്ങൾ ചേർന്നാണ് ആ സമരത്തെ നയിക്കുന്നത്. 921 മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ നേട്ടങ്ങളുടെ കണക്കെടുത്താൽ മഹാനഷ്ടങ്ങൾ വരുത്തി വെച്ച വർഷങ്ങളാണ്. നേട്ടങ്ങളല്ല, വലിയ നഷ്ടങ്ങൾ. നേതാക്കന്മാരായി 4 പേരെ സ്വാധീനിക്കാൻ കഴിയുന്നവരൊക്കെ നാട് കടത്തി.
അത്യാവശ്യം തടിമിടുക്കുള്ള ആരോഗ്യമുള്ള ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുന്നവരെ കൊന്നു തീർത്തു. സമ്പത്തുകൾ ചിതറിക്കിടക്കുന്നു. അഭിശപ്തമായ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തിലുള്ളവര്. എന്നാൽ വലിയ രാജാക്കന്മാരുടെ തണലിൽ കഴിഞ്ഞ് ഒരു കൺവെർഷന്, ജനാധിപത്യത്തിലേക്കുള്ള ഒരു മാറ്റത്തിൽ നിൽക്കുന്നവരാണ് കേരളത്തിന് പുറത്തുള്ളവരും. 21 ഒരു വിഭ്രാന്തിയുടെ മുമ്പിലാണ് ലീഗ് പറക്കുന്നത്. അതേ വൈകാരികത, ഒരുതരം നിശബ്ദത, എന്നാൽ അതിതീവ്രമായ വൈകാരികത, ചെറിയ വൈകാരികതയല്ല. വിവേകം അത്രമേൽ ഇല്ലാതെ നഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ അതിഭീകരമായി മലബാറിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. അവിടെയാണ് CH മുഹമ്മദ് കോയ സാഹിബ്, ബാഫക്ക് തങ്ങള്, സീതി സാഹിബ് ഒക്കെ വന്ന് അവരുടെ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. വൈകാരികമായ മുസ്ലിം സമൂഹത്തിന്റെ വൈകാരികതയിലേക്ക് എണ്ണയൊഴിക്കുകയല്ല, എന്നാൽ അവരുടെ വികാരത്തെ ലീഗ് ഉപയോഗിച്ചു. പതുക്കെ 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 അവരുടെ അടുത്തുകൂടി, അവരോട് ചേർന്ന്, അവരുടെ വർത്തമാനങ്ങൾക്ക് തീ കൊടുത്തു സംസാരിച്ച് അവരുടെ വൈകാരികതയെ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ചാനലൈസ് ചെയ്തു. പതുക്കെ മാറ്റി. അവരറിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവന്റെ ആകെ ഉണ്ടായിരുന്നത് ഒരു പേനാക്കത്തിയാണ്. അത് വെച്ചാണ് അവർ യുദ്ധം ചെയ്യാൻ പോയത്. പതുക്കെ അത് പിടിച്ചു വാങ്ങി മാറ്റിവെച്ച് അവനെ ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയകളിലേക്ക് പങ്കാളികളാക്കി. അറിയാതെ ഇടവഴി ഉണ്ടാക്കാൻ, റോഡ് ഉണ്ടാക്കാൻ, പാലുണ്ടാക്കാൻ, കിണറുണ്ടാക്കാൻ, സ്കൂൾ ഉണ്ടാക്കാൻ, രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അറിയാതെ അവനെ പങ്കാളിയാക്കി. നിങ്ങൾ മനസ്സിലാക്കുക, ഉഗ്രപ്രതാപികൾ ജീവിച്ചിരുന്നിടത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ അലിഗഡ് യൂണിവേഴ്സിറ്റി നിർഭാഗ്യവശാൽ സർ സയ്യിദിനു ശേഷം മറ്റൊരു സർ സയ്യിദ് അവിടെ ഉണ്ടായില്ല. അലിഗഡിനു ശേഷം പ്രതീക്ഷാ നിർഭരമായ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന മുസ്ലിം പ്രതാപികളുടെ നാട്ടിലുണ്ടായില്ല. കേരളത്തിലോ ഈ ഉമ്മത്തിനെ പതുക്കെ പതുക്കെ ലീഗ് ഉപയോഗിച്ചത്, അറബികള് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ മണൽക്കാടുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അറബികളുടെ ദാരിദ്ര്യത്തിന്റെ കൂടെ തന്നെ അവരുടെ പ്രതാപത്തിലേക്കും പതുക്കെ പിച്ച വെച്ചാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ വിഭാഗം അവിടെ ചെന്നത്. അങ്ങനെ ഒരു വിഭാഗം ഈ നാട് മറക്കാതെ അവിടെ നിന്ന് പണിയെടുത്തു. ഞാനൊരൊറ്റ ഉദാഹരണം പലയിടത്തും പറയാറുണ്ട്. എന്നെ അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടം, അത് നാദാപുരം നിയോജക മണ്ഡലമാണ്. നാദാപുരം മണ്ഡലം ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഉദാഹരണമായി പറയുന്നത് എന്നറിയുമോ? നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഫാഷിസ്റ്റ് കൊള്ളയും ഭീകരതയും ഒരുപാട് അനുഭവിച്ച ഒരു നിയോജക മണ്ഡലമാണ് നാദാപുരം. അതിഭീകരമായ കൊള്ള. എത്ര പേരെയാണ്, എത്ര നിഷ്ഠൂരമായിട്ടാണ് വധിച്ചു കളഞ്ഞത്. കേട്ടുകേൾവിയില്ലാത്ത വിധം ഭീകരമായ അതിക്രമങ്ങൾ. ഒരു മുറിയില് മകള് പ്രസവിച്ച് കിടക്കുക. പ്രസവിച്ചിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. കുഞ്ഞിന് മുല കൊടുത്തോണ്ടിരിക്കുമ്പോ തൊട്ടിപ്പുറത്ത് അവളുടെ വാപ്പയുടെ കഴുത്തറിച്ച് കൊല്ലുക, വാതിലിന് കുട്ടിയിട്ടിട്ട്. ഒരുപാട് പീഡനങ്ങൾ. MSF മുതൽ അവിടെ കലാപം നടക്കുമ്പോഴൊക്കെ അവിടെ പോയി കാണാറുണ്ട്. വീട്ടിനകത്തുള്ള അവസാനത്തെ വില പിടിച്ചതും തകർത്ത് കളയുകയോ കൊള്ളയടിച്ചു പോവുകയോ ചെയ്യുന്ന കലാപങ്ങൾ 1 2 10 നാദാപുരത്ത്. പക്ഷെ ആ നാദാപുരത്തിന്റെ മണ്ണില് 26 മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മുസ്ലിങ്ങൾക്ക് കീഴിൽ. കോളേജുകൾ, സ്കൂളുകൾ. കൊല്ലം കൊല്ലം മാർക്സിസ്റ്റുകാരൻ അടിച്ച് തകർത്ത് സമ്പത്ത് തകർക്കുമ്പോഴും ഓരോ കൊല്ലവും അവൻ കോളേജുകൾ ഉണ്ടാക്കി, സ്കൂളുകൾ ഉണ്ടാക്കി. 26 എണ്ണം. അതിന്റെ മുമ്പിൽ അവർ പിടിച്ച കൊടിയുടെ നിറം പച്ച നിറമാണ്. അവർ വിളിച്ച മുദ്രാവാക്യം മുസ്ലിം ലീഗുമാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ശേഷം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായില്ല. നമ്മൾ എപ്പോഴും പറയും ഫാറൂഖ് കോളേജ്, PSMO കോളേജ്, സർ സയ്യിദ് കോളേജ്. അതൊന്നുമല്ല. കൊണ്ടോട്ടിയിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്? EMA മാത്രമാണോ? ഇതാ ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ. എത്ര പേരുടെ വേദനക്ക് പരിഹാരമാണിത്? കേരളത്തിലെ ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെന്ററാണിത്.
ഇവിടുത്തെ മെമ്പർഷിപ്പിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന കണക്കാണ് അഷ്റഫ് പറഞ്ഞത്. ചന്ദ്രിക നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്തു എന്നാണ് അഷ്റഫ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഏറ്റവും മനോഹരമായ സ്തംഭം ഒരുപക്ഷെ വേദനിക്കുന്നവന്റെ വേദന പരിഹരിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതുപോലെ എത്ര സ്ഥാപനം കോളേജുകളായി സ്കൂളുകളായി കൊണ്ടോട്ടി മണ്ഡലത്തിലുണ്ട്. എന്നാ കൊണ്ടോട്ടി ലീഗ് ഓഫീസോ അതിപ്പോഴും പഴയ കടന്റെ ഇട കൂടെ കയറിയിട്ടുള്ള ഒരു ചെറിയ പെട്ടിപ്പിടി അല്ലേ, അത് മതി. ഇതുപോലെ ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ ആ പെട്ടിപ്പീടിക മതി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്. കേരളത്തിന്റെ ഒരു തെരുവിലും കൊട്ടാരം ഉണ്ടാക്കിയിട്ടില്ല, വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ, നവോത്ഥാനത്തിന്റെ മുമ്പിൽ, അവരുടെ പുരോഗതിയുടെ മുമ്പിൽ ഒരുപാട് കോളേജുകളും ഒരുപാട് പ്രശ്നപരിഹാര കേന്ദ്രങ്ങളും മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തെ ഏറ്റവും മനോഹരവും സക്രിയവുമായി മാറ്റുന്ന തരത്തിലേക്ക് ഒരു മുഖ്യധാര സമൂഹത്തിനിടയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. പഴയ പോലെ എന്തെങ്കിലും പ്രസംഗിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഈ ലോകത്തിലെ മുസ്ലിം മൂവ്മെന്റുകൾ പരിശോധിക്കുക. പണ്ടത്തെ പോലെ അല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ മൊബൈലുണ്ട്, നെറ്റുണ്ട്, ഗൂഗിൾ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, മുസ്ലിം സമുദായത്തെ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായി അവരെ ഇതുപോലെ സംഘടിപ്പിച്ച ഒരു സംഘാടന രീതിയും ലോകത്തിലെ ഒരു മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലില്ല. വെറുതെ പറയുന്നതല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംഘടനയെ കാണിക്കുക. ഇതിന് സമാനമായി ഇത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ. ഇവിടെ എല്ലാവരും 4599 ജാതിയും മതങ്ങളും ഉണ്ട്. ഇവിടെ വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത രീതികൾ. ശരീഅത്തിലെ 6ാം ഖണ്ഡികയോ 5ാം ഖണ്ഡികയോ ഒക്കെ ആയി ഹനഫി മതത്തിൽ പറയുന്നുണ്ട് ഉർഫ് എന്ന്. എന്താ ഉർഫ് എന്നറിയോ? നാട്ടാചാരങ്ങളെ ശിർക്ക് കടന്നുകൂടാതെ നിങ്ങൾക്ക് സ്വീകരിക്കാമെന്നാണ്. നാട്ടാചാരങ്ങളെ ശിർക്ക് കൂടരുത്, അത് കൂടാതെ ഈ നാട്ടിനോട് മിങ്കിൾ ചെയ്തൊരു ജനത. വേഷവിധാനങ്ങളിൽ വേറെയല്ല, ഭാഷയിൽ വേറെയല്ല, ശൈലിയിൽ വേറെയല്ല. സമൂഹത്തില് ഒരേപോലെ നിന്ന് ദഅവത്ത് സാധ്യമാകണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണം. ഇല്ല പിന്നെ ദഅവത്തില്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന് ഇവിടുത്തെ മറ്റേത് സമൂഹത്തോടും ഏത് വിഭാഗത്തോടും അവനെ വേറിട്ട് നിർത്താൻ കഴിയാത്തവണ്ണം അവൻ അത്രമേൽ ഇഴുകിച്ചേർന്ന് ഒരു ജനതക്കകത്തേക്ക് കടന്നു. അവന്റെ എല്ലാ കർമ്മങ്ങളിലും ഒരുപോലെ ചേർന്ന് നിന്നു. എന്നിട്ട് അവനവന്റെ ഐഡന്റിറ്റിയെ മനോഹരമായി ഉയർത്തിപ്പിടിച്ചു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ തന്നെ പറയുന്നത് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്താണ്? വെറുതെ നിലനിന്നാ പോരാ, ഒരു തടിയായിട്ട് നല്ല പേരായിട്ട് അല്ല, പ്രൗഢോടെ ഹോണറബിൾ ആം വിധത്തിൽ, ബഹുമാനിക്കപ്പെടാം വിധത്തിൽ അവന്റെ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. നമ്മൾ ആളുകള് ലീഗിന്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ അസ്തിത്വത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന കാര്യത്തില് നമുക്ക് മറ്റുള്ളതിലാ പലപ്പോഴും താല്പര്യം. നമ്മൾ ആളുകൾ അറിയും RSS കണ്ടില്ലേ, എന്താ സംഭവം, എന്ത് സംഭവം, എന്താ സംഭവം നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? 100 കൊല്ലമായി സ്നേഹമുള്ളവരെ RSS 100 കൊല്ലമായിട്ട് അവരെന്താ ഉണ്ടാക്കിയത്? 100 കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയ ഭരണമാണ് കേന്ദ്രത്തിൽ നിൽക്കുന്നത്. അതിന്റെ കോലങ്ങൾ ദിവസം കേട്ടോണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ ആൾക്കാർ പറയും എന്നാലും RSS ഒരു സംഭവമാണ്. ഒരു സംഭവമല്ല, അതൊരു ഭീകരമായ പരാജയമാണ്. ഐഡിയോളജിയിൽ RSS ഇന്ത്യയിൽ തോറ്റുപോയിട്ടുണ്ട്, വോട്ടിൽ ജയിച്ചിട്ടുണ്ട്. വോട്ടിൽ ജയിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു തരണോ? അറിയാലോ നമുക്ക് എങ്ങനെ വോട്ടിൽ ജയിക്കുക, അതിന്റെ കളി എന്താണ്, അതിന്റെ രാഷ്ട്രീയം എന്താണ്, നന്നായിട്ട് നമുക്കറിയാം. ഇന്നത്തെ ഇന്ത്യയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി എങ്ങനെ വോട്ടിൽ ജയിക്കുന്നത് എന്ന്. ഐഡിയോളജിയിൽ എങ്ങനെയാ ജയിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇന്ത്യ മഹാരാജ്യത്ത് RSS ഐഡിയോളജിയിൽ തോറ്റു. എല്ലാം നിങ്ങൾ ഒറ്റ കാര്യം പരിശോധിച്ചാൽ മതി. ലോകത്ത് 100 കൊല്ലം കാത്തിരുന്ന ഒരു ഐഡിയോളജിയും അധികാരത്തിലേക്ക് വരാനില്ല വേറെ. ഇത്ര കാലം കാത്തിരുന്നിട്ടോ ഇപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്ക്. ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിലേക്ക് വരികയാണ്. ആ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി
ഇന്ത്യയുടെ അതിന്റെ ജന്മം മുതൽ കോൺഗ്രസുമായിട്ടുള്ള രാഷ്ട്രീയ മത്സരത്തിലുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് സംവാദം സാധ്യമാണ്. നമ്മൾ സംവാദത്തിലുണ്ടായിരുന്നു നെഹ്റുവായിട്ടാണ്, അല്ലാതെ ഇവിടുത്തെ ഈ ഡൂക്കിലി പോളിറ്റ് ബ്യൂറോ ആയിട്ടല്ല, നെഹ്റുവായിട്ട്. നെഹ്റു എന്നിട്ട് ലീഗ് നിസ്സാരമാണെങ്കിൽ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് പറയാണ് ചത്ത കുതിരയാണ്. വളരെ മാന്യമായിട്ട് നെഹ്റുവിനോട് പറയാണ്, ഏയ് പണ്ഡിറ്റ്ജി നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അതേ നാണയത്തിൽ മറുപടി. സംവാദം, തർക്കം, ബഹളം, കോൺഗ്രസിനെ ചീത്തവിളി, ലീഗിനെ ചീത്തവിളി. പക്ഷെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് സംവാദം ആരോഗ്യകരമായിരുന്നു. ആ സംവാദത്തിനിടയിലാണ് ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തിനാണ് ലീഗ് എന്ന് ചോദിച്ച പണ്ഡിറ്റ്ജിയുടെ മുമ്പിലാണ് നോ എന്ന പോക്കർ സാഹിബിന്റെ ശബ്ദം. എന്നാ പിന്നെ നെഹ്റുവിന് പോക്കർ സാഹിബിനോട് ദേഷ്യമുണ്ട്, ലീഗല്ലേ, ചത്ത കുതിരയല്ലേ. ആ മനുഷ്യൻ അത് കാണിച്ചില്ല. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലാവാത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. നെഹ്റു പറയാണ്, ഒരംഗമായ പോക്കർ സാഹിബിന് പാർലമെന്റിൽ സംസാരിക്കാൻ അത്ര സമയമുണ്ട്, ആ നോ പറയാനുള്ള സമയം ഉണ്ടാവൂ. പക്ഷെ പറഞ്ഞു, മിസ്റ്റർ പോക്കർ സംസാരിക്കൂ. പോക്കർ സാഹിബ് സംസാരിച്ചു. കോൺഗ്രസിനകത്ത് മുസ്ലിം എംപിമാരുണ്ട്, ദേശീയ പാർട്ടികളിൽ മുസ്ലിം എംപിമാരുണ്ട്. അവരാരും പറഞ്ഞില്ല ഈ ശരീഅത്തിനെ തൊട്ട സമയത്ത്, മുസ്ലിം വിവാഹ നിയമങ്ങളെ തൊട്ട സമയത്ത്. അവസാനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റിട്ട് പറഞ്ഞു, പോക്കറിന്റെ ശബ്ദം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണ്. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹനീയമായ ശബ്ദം എന്ന് പറയുന്നത്. പകരം വീട്ടില്ല. പിന്നെയും ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം. 86 ഷാബാനു കേസ്, 87 ബനാത്ത് ബാല സാഹിബിന്റെ ബില്ല്, 91 ആരാധനാലയങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ്, അങ്ങനെ ഒരുപാട് ഒരു മൈക്രോ മൈന്യൂട്ട് പാർട്ടി എന്ന് പറയാവുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെറിയ ഒരു പാർട്ടി, പക്ഷേ ജനാധിപത്യപരമായ സംവാദങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ജയിച്ചു വന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ലീഗിന്റെ തീരുമാനത്തിന്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതിലേറ്റവും മനോഹരമായ ഒന്ന്, രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുകയും ചെയ്യുക മാത്രമല്ല, ആ മനുഷ്യൻ ഇന്ത്യയുടെ തെരുവുകളിൽ മുഴുവൻ നടക്കുന്നത് ഈ രാജ്യത്തിനു വേണ്ടിയാണ്, ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല, ഈ രാജ്യത്തിനു വേണ്ടിയാണ്. അന്ന് അദ്ദേഹത്തെ പിന്തുണച്ചു ലീഗ്. നടക്കൂ എന്ന് പറഞ്ഞു, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞു. അന്ന് കളിയാക്കിയില്ല, ഇവിടെ കുറെ ആളുകൾ പരിഹസിച്ചില്ലേ? ആ കൂട്ടത്തിൽ ഒരു ലീഗുകാരനില്ല. ഇവർക്ക് ഇന്ത്യ അറിയാത്തത് കൊണ്ടാണ്. ഗാന്ധിജി ദണ്ഡി യാത്രക്ക് പോവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള് പരിഹസിച്ചു ആ മനുഷ്യനെ. RSS കളിയാക്കി, ഈ പടുവൃദ്ധന് കളവന് വേറെ പണിയൊന്നുമില്ലേ? ദണ്ഡി യാത്ര തുടങ്ങുമ്പോ 86 പേരാണ് ഗാന്ധിജിയുടെ പിറകില്. 86 പേര്. ഗാന്ധിജി ആ യാത്ര കൊണ്ടുപോയി അവസാനിപ്പിക്കുമ്പോ ഇന്ത്യ മുഴുവൻ ഗാന്ധിജിയുടെ പിറകിലുണ്ടായിരുന്നു. ഈ കേരളത്തിന്റെ തെരുവിലൂടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്നു പോകുമ്പോ കളിയാക്കിയില്ലേ കുറെ ആൾക്കാർ. ഇതെവിടെ എത്തും, എങ്ങനെ പോകും, കേരളം കഴിഞ്ഞ ആള് കാണുമോ? എന്നാൽ കാശ്മീരിലെത്തിയിട്ട് രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കുമ്പോ ഈ കളിയാക്കിയവന്റെ പാർട്ടി അടക്കമുണ്ട് അയാളുടെ പിറകില്. ഇന്ത്യയുടെ ആത്മാവ് നിങ്ങൾക്കറിയില്ല. ഇന്ത്യയുടെ ആത്മാവ് നിങ്ങൾക്കറിയാത്തതിന്റെ കുഴപ്പാണ്. എത്ര എംപിമാരുണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പിൽ 24 എന്നാണ് ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത്. മോഡിയെ മറികടക്കാൻ കഴിയുമോ എന്ന ചിന്തയാണ് നിങ്ങൾക്ക്. അത് വേറെ രാഷ്ട്രീയമാണ്. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ നടത്തുന്ന ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ സീറ്റുകളുടെ എണ്ണമില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ത്യയെ പൊളിക്കാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. 95% ഹിന്ദുക്കളുള്ള ഹിമാചലിലാണ് BJP മൂക്കുകുത്തി വീണത്. ഒരു പത്രം എഴുതിയില്ല, മനോരമയും മാതൃഭൂമി എഴുതിയില്ല. എങ്ങനെ എഴുതുമ്പോ അതിന്റെ അടിയിൽ കേന്ദ്ര സർക്കാരിന്റെ പരസ്യമുണ്ട്. ആ പരസ്യവും വെച്ചിട്ട് എങ്ങനെയാ മോളിൽ കളിയാക്കുക അല്ലേ? നിങ്ങൾ എഴുതിയില്ല. 95% ഹിന്ദുക്കളുള്ള ഹിമാചൽ, BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഉള്ള ഹിമാചൽ, ആ ഹിമാചലിലാണ് BJP മൂക്കുകുത്തി വീണത്. ഗുജറാത്തിലോ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകളുടെ കണക്കെടുത്ത് പരിശോധിക്ക്. ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല ഒരു രാഷ്ട്രീയത്തിലെ അഭിപ്രായം പറയാനുള്ള കണക്ക്. ജയിക്കോ തോക്കോന്ന്, എത്ര വോട്ട് കിട്ടുമെന്ന്. ആ മനുഷ്യൻ ഇന്ത്യയുടെ തെരുവ് മുഴുവൻ നടക്കുകയാണ്. എല്ലായിടത്തും സ്വന്തം പാർട്ടിയിലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ തെരുവിലാണ്.
പ്രസിഡന്റിനെ അഭിനന്ദിച്ച് പിന്നെയും തെരുവിലേക്ക് വന്നു. ഇന്ത്യയുടെ തെരുവിൽ നടക്കുക. ലീഗിന് അഭിമാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റിനെ കളിയാക്കുന്നവരല്ല, അത് ഈ രാജ്യത്ത് പുലരണം എന്ന് വിചാരിക്കുന്നവരാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത് ജനാധിപത്യത്തിന്റെ സംവാദങ്ങൾ അവരുമായി സാധ്യമാണ് എന്നതുകൊണ്ടാണ്. അവരുമായി ജനാധിപത്യപരമായ സംവാദങ്ങൾ സാധ്യമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇന്നും ഇന്നലെയുമായി വരുന്ന വാർത്തയുണ്ട്. അത് ചെറിയ വാർത്തയല്ല സ്നേഹമുള്ളവരെ. ഹൈഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട വാർത്ത നിസ്സാരമല്ല, തമാശയാക്കി കളിക്കാൻ പറ്റില്ല. അത് അദാനി ഒരു വലിയ തട്ടിപ്പാണ് എന്ന് നിങ്ങൾ അറിയുമ്പോ അതൊരു നല്ല വാർത്തയല്ല. സത്യത്തിൽ അദാനിയുടെ കയ്യിലുള്ള ഇന്ത്യയുടെ സമ്പത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ അദാനിയല്ല, അമിത്ഷാ പൊട്ടിയാൽ പോലും ഇന്നത്തെ ഇന്ത്യക്ക് അത് താങ്ങാനാവൂല. അദാനി ബി ജെ പിയുടെതല്ലേ, അദാനി നരേന്ദ്രമോദിയുടെതല്ലേ എന്നൊരു പക്ഷേ ആശ്വസിക്കാം. പക്ഷേ കണക്കുകളുടെ ആഴത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയി നോക്ക്. ഇവരെന്താ ചെയ്തെന്നറിയോ? പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിൻബലം വെച്ച് എന്തൊക്കെയാണ് മൗറീഷ്യസില്, കരീബിയയില് അവിടെയൊക്കെ പോയിട്ട് അവിടെ കമ്പനികൾ ഉണ്ടാക്കുക, അറിയാത്ത കമ്പനികൾ ഉണ്ടാക്കുക. അവിടെയൊക്കെ ചെറിയ ചെറിയ ഭരണകൂടങ്ങളാണ്. ഭരണാധികാരികളോട് പോയി സംസാരിക്കാം നേരിട്ട്. ഇതാ ഇത്ര ഫണ്ട് വരും, നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെറിയ രാജ്യത്ത് ചെറിയ ദ്വീപുകളാണ്, ചെറിയ സ്ഥലങ്ങളാണ്. അവർ സമ്മതിച്ചു കൊടുക്കും. വലിയ തട്ടിപ്പുകളാണ്. അവിടെ കമ്പനി ഉണ്ടാക്കുക. ആ കമ്പനി നമുക്കറിയാത്ത, വിസിബിൾ അല്ലാത്ത ഈ കമ്പനികൾ അദാനിയുടെ ഷെയർ വാങ്ങുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയാൽ, ഷെയർ മാർക്കറ്റിൽ പോയാൽ നോക്കുമ്പോൾ അദാനിയുടെ ഷെയർ വാങ്ങുന്നത് ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ. എവിടെ നിന്നൊക്കെ? കരീബിയയിൽ നിന്ന്, അല്ലെങ്കിൽ മൗറീഷ്യസിൽ നിന്ന്, ദുബായിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഷെയർ വാങ്ങുന്ന കമ്പനികൾ ഷെയർ വാങ്ങാൻ തുടങ്ങും. ആരൊക്കെ വാങ്ങിയെന്നറിയോ നിങ്ങള്? ഏതെങ്കിലും കമ്പനികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിക്കോട്ടെ. പക്ഷെ അത് മാത്രമല്ല, വാങ്ങിയത് LIC ആണ്. LIC ആണ്. എന്റെ കുടുംബം ഭദ്രമാകണമെന്ന് കരുതി മക്കളെ, ഭാര്യനെ, വീട് എല്ലാം കൂടെ LICയിൽ പോളിസി എടുത്ത് മാസാമാസം പോളിസി അടച്ച് വീട്ടിൽ അരി വാങ്ങിയില്ലെങ്കിലും LICയുടെ പോളിസി അടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. കോടാനുകോടി രൂപയാണ് LIC അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ കൊണ്ടോട്ടിയിൽ എത്ര പേർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ വാങ്ങുന്ന വിദേശികൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയോ? മനസ്സിലാവാത്തത് കൊണ്ടാണ്. ചോദിച്ചു നോക്കൂ പണക്കാരോട്, സമ്പത്തുള്ളവരോട്, അവർ വാങ്ങിയിട്ടുണ്ടാവും. LICയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അദാനിയില്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അദാനിയില്. എന്നിട്ടും ശ്രീലങ്കയിൽ അദാനിക്കെതിരെ സമരം നടന്നു, ഓസ്ട്രേലിയയിൽ അദാനിക്കെതിരെ സമരം നടന്നു. തങ്ങളുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച്, വിദേശ ബന്ധം ഉപയോഗിച്ച് ഈ മോദിയും അമിത്ഷായും അത് പൂത്തിവെച്ചു. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെ ആയിരുന്നുവെങ്കിൽ ED വരൂലേ, NIA വരൂലേ, CBI വരൂലേ? ഒരു അന്വേഷണം ഉണ്ടായില്ല. എന്നാൽ അതിഭീകരമായ ഒരു പൊട്ടിത്തെറിയുടെ മുമ്പിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തകര് ഇന്ത്യയാണ്, നാണംകെട ഇന്ത്യയാണ്. മോഡിയും അമിത്ഷയൊന്നുമല്ല, അവരാണ്. എന്താ ഇതിന്റെ ഭീകരത എന്നറിയങ്ങള്? ഇന്ത്യയുടെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 55% കൽക്കരിയിൽ നിന്നാണ്. കൽക്കരിയുടെ മൊണോപ്പൊളി ഭരണകൂടം കൊടുത്തിരിക്കുന്നത് അദാനിക്കാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അമ്മോഷൻ, ഇൻഫോസിസിന്റെ ചെയർമാൻ നാരായണമൂർത്തി എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യ മുഴുവൻ ഒരു ബഡായി ലോകമാണ്. ഈ ബഡായി ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. ഒന്നുമില്ല, റിയാലിറ്റി 3 എണ്ണാണ്. ഒന്ന്, ഇന്ത്യയിൽ വൈദ്യുതി ഇല്ല. 2, ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. 3, ഇന്ത്യയിൽ ഉള്ളത് കറപ്ഷൻ മാത്രമാണ്, അഴിമതി മാത്രമാണ്. ഇത് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അമ്മോഷനാണ്, ഇൻഫോസിസിന്റെ ചെയർമാനാണ്. വൈദ്യുതി ഒരു പ്രശ്നമാണ്. വൈദ്യുതി, ഈ വൈദ്യുതിയുടെ 55% ഉണ്ടാക്കുന്നത് കൽക്കരിയിൽ നിന്നാണ് ഇപ്പോഴും ഇന്ത്യ. ആ 55% കൽക്കരിയുടെ മൊണോപ്പൊളി അദാനിക്കാണ്. അദാനി തകർന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയർപോർട്ട് അദാനിയുടെ കയ്യിലാണ്, സീപോർട്ടുകൾ അദാനിയുടെ കയ്യിലാണ്. അദാനി തകരുമ്പോ മോഡി തകരുന്നോ അമിത്ഷാ തകരുന്നോ എന്നല്ല, ഇന്ത്യ തകരുകയാണ്.
2 ദിവസമായി ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ ക്ഷീണം, LICയുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂല്യ തകർച്ചയുടെ ആഴം നിങ്ങൾക്കും എനിക്കും ദിവസങ്ങളിരുന്നാൽ എണ്ണി തീർക്കാനാവാത്ത അത്ര വലിയ നഷ്ടമാണ്, സംഖ്യയാണ്. ഈ കമ്പനി പറഞ്ഞു, കമ്പനി ഹൈഡൻബർഗ് എന്താ പറഞ്ഞെന്നറിയോ? റിസർച്ച് ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? 20 ആരോപണങ്ങളും ഇവരൊരു തട്ടിപ്പ് സംഘമാണ് എന്നതാണ്. അദാനി പറഞ്ഞു ഞങ്ങൾ ഇവർക്കെതിരെ കേസ് കൊടുക്കും. അവരുടെ ഇന്നത്തെ പ്രതികരണമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവര് ലോകത്തോട് പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്ക്. കേസ് കൊടുത്താൽ ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഞാൻ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഞാൻ ഈ സഖാക്കളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു. സഖാക്കള് ഉറഞ്ഞു തുള്ളുന്ന സഖാക്കളുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോ ആ പ്രൊഫൈലൊക്കെ ഭയങ്കര കമന്റാണ്. കണ്ടില്ലേ? അദാനി തകർന്നു, അതിന്റെ സന്തോഷാണ്. ഇവർ സന്തോഷിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു സന്തോഷിക്കാവുന്ന കാര്യമല്ല, ഒരു തട്ടിപ്പ് പൊളിയാണ്. പക്ഷേ ആത്യന്തികമായി ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയാണ് തകരുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ സഖാക്കളോട്, നിങ്ങൾ ഇതിൽ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? അവർക്ക് എന്താ ഉള്ളത്? ഒന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. അദാനിയുടെ വിഴുപ്പലക്കായിരുന്നു ഇത്രയും ദിവസം. അയാള് അദാനിക്ക് വേണ്ടി സംസാരിക്കായിരുന്നു. അവിടെ സമരം നടത്തിയ പാവങ്ങളെ അദാനിക്ക് വേണ്ടി ചവിട്ടി തകർക്കാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ തെരുവില് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഇതാ കാശ്മീരിൽ എത്തുന്നത് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് വേണ്ടായിരുന്നു. ഒരു കമ്പനിയെ മാത്രം മൊണോപ്പൊളി കൊടുത്ത് നിങ്ങൾ വളർത്തുന്നത് ശരിയല്ല. അതൊരു ഇന്ത്യൻ ജനാധിപത്യ ബോധമാണ്. അതൊരു ഗാന്ധിയൻ വീക്ഷണാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കമ്പനിയെ മാത്രം ഇങ്ങനെ വളർത്താനാവുക? എങ്ങനെയാണ്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, അപകടകരമാം വിധം ഇന്ത്യ തകർച്ചയിലേക്ക് പോവാൻ. സാമ്പത്തികമായ നിരീക്ഷണമുള്ളവർ, ജീവിതത്തെ കരുപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, വിദേശത്ത് പോകുന്നവർ ജാഗ്രതയായി നിൽക്കണം. ഇതൊരു ശുഭസൂചകമായ കാര്യമല്ല. അദാനിയുടെയും നരേന്ദ്രമോദിയുടെയും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച വിപത്ത് അവർക്ക് മാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു നീരവ് മോഡി മുങ്ങിയ പോലെ എങ്ങാനും അദാനി മുങ്ങിയാൽ തകർന്നു പോകുന്നത് ഇന്ത്യയായിരിക്കുമെന്നാണ് ഇന്നത്തെ കണക്ക്. നമ്മുടെ എയർപോർട്ടുകൾ, നമ്മുടെ സീപോർട്ടുകൾ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയ ഒരു പങ്ക് അവരുടെ കയ്യിലാണ്. എന്തു വലിയ ഗൂഢാലോചനയാണ് ഇതിനിടയിൽ നടക്കുന്നത് എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കാം. ലോകത്തിന്റെ മുമ്പിൽ അപകടപ്പെട്ട് നിൽക്കുക നമ്മൾ. ദ മോഡി ക്വസ്റ്റ്യൻ, BBC-യുടെ 2 ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്ന ഡാമേജുകൾ ലോകത്തിൽ ചെറുതല്ല. എന്താ അതിന്റെ ഡാമേജ് എന്നറിയോ നിങ്ങള്? ഇന്ത്യയുടെ ഒരു മോറൽ വാല്യൂ ഉണ്ട്. വേറെയുള്ള ക്ഷീണമൊന്നല്ല. ഇന്ത്യക്കൊരു മോറൽ വാല്യൂ ഉണ്ട് ലോകത്ത്. ആ മോറൽ വാല്യൂ ഉണ്ടാക്കുന്നത് ആരാ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഗാന്ധിജി. ലോകത്ത് പറഞ്ഞ ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഓസ്ട്രേലിയ, ഇവിടെ ദക്ഷിണാഫ്രിക്കയില് കുറെ ഉള്ളോട്ട് പോയാൽ, ജോഹന്നാസ്ബർഗിൽ നിന്ന് പോയാൽ ബ്ലൂഫണ്ടൈൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രവിശ്യയുണ്ട്. അതിമനോഹരമായ പ്രവിശ്യയാണ്. ഞാൻ ഒരിക്കല് ഒരു ഔദ്യോഗികമായ വിസിറ്റിന് പോയപ്പോ ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങള് ബ്ലൂഫണ്ടൈനിലെ ഹോട്ടലിൽ അർദ്ധരാത്രിയാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ ചെന്ന് നേരം വെളുത്ത് പുറത്തു വലിയ ബഹളം. ഒരുപാട് തവണ കോളിംഗ് ബെൽ അടിച്ചു. ഞങ്ങൾ വാതിൽ തുറന്നു നോക്കിയപ്പോ ഹോട്ടലിൽ അധികൃതർ പറഞ്ഞു, നിങ്ങളെ കാത്ത് കുറെ ആളുകൾ, പ്രദേശത്തുള്ള ആളുകൾ താഴെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളെ കാത്ത് താഴെ ആര് വന്ന് നിൽക്കാൻ? ഇന്ത്യയിൽ നിന്ന് പോയ, കേരളത്തിൽ നിന്ന് പോയ ഞങ്ങളെ കാത്ത്. അവസാനം അവർ പറഞ്ഞു, ഈ നാട്ടിലെ കുറെ ഗ്രാമസഭകളുണ്ട്, അവിടെ അതിൽ നിന്ന് വന്ന പ്രതിനിധികളാണ്, നിങ്ങൾ വരണം. ഞങ്ങളുടെ ഭാഷാ സഹായിയുടെ കൂടെ ഹോട്ടലിൽ നിന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ചെല്ലലും ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങൾക്ക് മാലയിട്ട് ഒരു പ്രത്യേക നൃത്തമൊക്കെ ചവിട്ടി കുറെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ബഹളം ഉണ്ടാക്കുകയാണ്. ആഫ്രിക്കയിലുള്ള കുറെ ആളുകളാണ്. അവരുടെ ഈ ഏർപ്പാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഹോട്ടലുകാർ കൊണ്ടുതന്ന കസേരയിൽ ആ ഹോട്ടലിന്റെ റിസപ്ഷന്റെ അപ്പുറത്ത് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ദ്വിഭാഷി, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാഷാ സഹായി, അയാള് ഞങ്ങളോട് പറഞ്ഞു,
മലയാളികൾ തീരെയുള്ള പ്രദേശമല്ല. ബ്ലൂ ഫണ്ടിന് ആകെ 14 മലയാളികൾ മാത്രമുള്ള ഒരു പ്രവിശ്യയാണ്. ഇയാൾ പറഞ്ഞു, അവര് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നു എന്നറിഞ്ഞിട്ട് വന്നതാണ്. അവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി. ഇയാളിങ്ങനെ ഞങ്ങൾക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഗാന്ധിജിയെ വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രനായകനും ഗാന്ധിജിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ രാജ്യത്തിന് ഭരണം കിട്ടിയപ്പോൾ ആ ഭരണത്തിന്റെ തലപ്പത്തേക്ക് വന്നു. എന്നാൽ അധികാരം കിട്ടിയിട്ടും ഗാന്ധിജി അതിന്റെ ഏടയലത്ത് പോലും വന്നില്ല. ഞങ്ങൾക്ക് ബഹുമാനമാണ് മനുഷ്യനെ, ആ മനുഷ്യന്റെ നാട്ടിലുള്ളവരെ. എന്നിട്ട് ഞങ്ങളെ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോയി കാണിച്ചു തന്നു. എത്ര കിലോമീറ്ററുകൾ നിങ്ങൾ ജോഹന്നാസ്ബർഗിൽ പോയാൽ 2 മണിക്കൂർ ഫ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ബ്ലൂ ഫണ്ടൈനിൽ ചെല്ലാൻ. 2 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ നഗരത്തിന്റെ മധ്യത്തില് അവർ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ഇന്ത്യക്ക് ഒരു മോറൽ വാല്യൂ ഉണ്ട് ലോകത്തിന്റെ മുമ്പിൽ. ബംഗ്ലാദേശിലെ ഹസീന പറയുന്ന ഒരു കാര്യമുണ്ട്. ഹസീന എന്ന ലോകത്തിലെ ഒരു ശാക്തിക ചേരിയിലേക്ക് ബംഗ്ലാദേശ് മാറുകയാണ്. ഇന്ത്യയുടെ ഒക്കെ എത്രയോ മുകളിലാണ് GDP-യിൽ അവർ നിൽക്കുന്നത്. അവർ പറഞ്ഞത് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സാമ്പത്തിക കാഴ്ചപ്പാടുകളുമാണ് ഞാൻ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, ഗാന്ധിജിയുടെ ഒരു രാഷ്ട്രീയത്തെ പഠിക്കാൻ, ഗാന്ധിജിയെ മനസ്സിലാക്കാൻ നിങ്ങൾ മക്കളോട് പറയണം. ഗാന്ധിജിയെ വായിക്കാൻ പറയണം. ഈ രാജ്യം എങ്ങനെയായിരുന്നു എന്നറിയാൻ. നവഖാലിയിൽ ഗാന്ധിജിയുടെ ഒരു നിൽപ്പുണ്ട്. രാത്രിയിൽ നേരം വെളുക്കുന്നവരെ നെഹ്റുവും ഗാന്ധിയും കൂടെ വരാനിരിക്കുന്ന ഇന്ത്യയിലെ നയസമീപനങ്ങൾ എന്താവണമെന്ന് സബർമതി ആശ്രമത്തിലിരുന്ന് ആലോചിക്കുകയാണ്. നേരം വെളുക്കാൻ നേരത്താണ് നെഹ്റു തിരിച്ചുപോയത്. നെഹ്റു പോയതിനു ശേഷം ഗാന്ധിജി നെഹ്റുവിന് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്നിട്ട് ഗാന്ധി പറയാണ്, ഞാൻ നവ്ഖാലിയിലേക്ക് പോവാണ്, അങ്ങ് ഡൽഹിയിലേക്ക് പോക, അവിടെ ചെയ്യാനുള്ളത് ചെയ്യുക. നവ്ഖാലിയിൽ മനുഷ്യർ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കവിടെ പോകണം. ഗാന്ധിജിയുടെ നവ്ഖാലിയിൽ ഒരു നിൽപ്പുണ്ട്, കൊല്ലരുതേ എന്ന് ആർത്തു വിളിക്കുന്ന ഒരു നിൽപ്പ്. ഒരു ഹിന്ദു സഹോദരന് ഗാന്ധിജിയുടെ മുമ്പിൽ വന്നിട്ട് ഇത്തിരി ക്ഷോഭത്തോടെ പറയുന്നുണ്ട്, ബാപ്പുജി, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. ഇന്നലെ എന്റെ മകനെ ഈ മുസ്ലിങ്ങൾ കൊന്നു, എന്റെ മകനെ. ഞാനെന്താ ചെയ്യേണ്ടത്? ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, നിന്റെ മോനെ മുസ്ലിങ്ങൾ കൊന്നോ? കൊന്നിട്ടുണ്ടോ? എന്നാൽ നിന്റെ ആളുകൾ, കേൾക്കണം നിങ്ങൾ, നിന്റെ ആളുകൾ ഇന്നലെ കുറെ മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. അതിലൊരു മകനെയോ മകളെയോ നീ എടുക്ക്, എന്നിട്ട് പോറ്റ് നിന്റെ മകന് പകരായിട്ട് അവനെ ഒരു മുസ്ലിമാക്കി നീ വളർത്ത്. ശ്രദ്ധിക്കണം സ്നേഹമുള്ളവരെ, അവനെ ഒരു മുസ്ലിമാക്കി നീ വളർത്ത്. ഗാന്ധിജി പറയാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവസാന ശ്വാസത്തിൽ റാം റാം എന്ന് പറഞ്ഞു മരിച്ചുപോയ ഹിന്ദുവായ ഗാന്ധിജി. വേറെ ഒരു കാര്യം നിങ്ങൾക്കറിയോ? വിശ്വാസികൾക്കിടയിലേക്ക് വിഷം കലക്കാൻ വേണ്ടിയിട്ട് വരുന്ന കപട കമ്മ്യൂണിസ്റ്റുകളില്ലേ, അവരറിയണം, ഏറ്റവും വലിയ നിരീശ്വരവാദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒരു മതത്തിലും വിശ്വാസമില്ല, സകല മതത്തെയും ബഹുമാനിക്കുകയും ഹിന്ദുവായി ജീവിക്കുകയും ചെയ്ത ഗാന്ധിജി ഒരു ഭാഗത്ത്, ഗാന്ധിയൻ സ്വപ്നങ്ങൾ നടപ്പിലാക്കുന്ന ഒരെത്തിസ്റ്റായിട്ടുള്ള നെഹ്റു മറുഭാഗത്ത്. രാജ്യത്തെ ഫാഷിസ്റ്റുകൾ കീഴടക്കം വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ആത്മാവിനെയാണ്. അത് പഠിക്കാതെ രാഷ്ട്രീയം പൂർത്തിയാകും നിങ്ങൾ വിചാരിക്കരുത്. കോൺഗ്രസുമായി ലീഗ് ഒരു രാഷ്ട്രീയ സംവാദം ഉണ്ടാക്കുന്നത് ഈ കാഴ്ചപ്പാടുകളുടെ കൂടെ പശ്ചാത്തലത്തിലാണ്. കായികമിലത്തിനെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ലീഗിന്റെ രാഷ്ട്രീയത്തിന് ആന്തരികമായ അർത്ഥം അങ്ങനെയാണ്. എങ്ങനെ അവിടെ നിൽക്കുന്നത് നിങ്ങൾ അറിയോ? എന്തുകൊണ്ടാണ് ഗ്ലോബൽ സെന്റർ ഫോർ പ്ലൂറലിസം എന്ന് പറയുന്ന ഒരു അന്വേഷണ
രീതിയുണ്ട്. ഇന്ത്യയിൽ ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സീരീസാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഇവിടങ്ങളിലൊക്കെയും സെൻസസ് നടത്തി അവർ കണ്ടെത്തിയിട്ടുള്ള അതിലെ ചോദ്യം എന്ന കാര്യങ്ങൾ, വൈ ഡിഡ് ഇന്ത്യ ചൂസ് പ്ലൂറലിസം? എന്തുകൊണ്ടാണ് ഇന്ത്യ പ്ലൂറലിസത്തെ തെരഞ്ഞെടുത്തത്, വൈവിധ്യങ്ങളെ തെരഞ്ഞെടുത്തത്? എന്തിനാണ്? അതിനടിയിലുണ്ട്. എന്താണെന്നറിയോ? കൊളോണിയൽ ഭരണത്തിന് ശേഷം ആധുനിക ഇന്ത്യ, അതും ഇന്ത്യ എന്ന ഭൂഖണ്ഡം വിഭജിക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷവും പിന്നീടും അതിലെ 3 രാജ്യങ്ങളിൽ 2 രാജ്യം മതാധിഷ്ഠിത രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ബംഗ്ലാദേശ്. എന്നിട്ടും എന്തേ ഇന്ത്യ മതാധിഷ്ഠിത രാജ്യമായില്ല എന്നാണ് അമേരിക്കയിലെ പ്യൂ റിസർച്ച്, അതുപോലെ തന്നെ ഈ ഗ്ലോബൽ സെന്റർ ഫോർ പ്ലൂറലിസം എന്ന് പറയുന്ന റിസർച്ച് ഗ്രൂപ്പും കൂടെ നടത്തിയ അന്വേഷണം. അതിൽ കൃത്യമായി നിങ്ങൾക്ക് പ്യൂ റിസർച്ച് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. അമേരിക്കയിലെ വാഷിംഗ്ടണിലെ DC കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഗ്രൂപ്പാണ്, ഏറ്റവും വലിയ റിസർച്ച് ഗ്രൂപ്പുമാണ്. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യങ്ങള്? ഇന്ത്യ ഒരു പ്ലൂറൽ സൊസൈറ്റി ആയത് കാരണം ഒന്ന്. എന്താ കാര്യം എന്നറിയോ? ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ രാജ്യം ഒരു മതേതര വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു പ്ലൂറലിസ്റ്റിക് കൺട്രി ആവണമെന്ന് വിചാരിച്ചു എന്നാണ്. വൈവിധ്യങ്ങളുടെ രാജ്യമാകണം. ആര്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? ഈ ആധുനിക ഇന്ത്യയുടെ മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാർ, മുസ്ലിം ഭരണാധികാരികൾ, അവർ ഈ രാജ്യത്തെ മതാധിഷ്ഠിത രാജ്യമാക്കിയില്ല. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഗാന്ധിജിയും നെഹ്റുവും ഈ വൈവിധ്യങ്ങളെ നിലനിൽക്കണമെന്ന് വിചാരിച്ചു എന്നാണ്. ഇതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് പ്യൂ റിസർച്ച് പറയുന്ന എന്താ കാര്യങ്ങള്? 53% വിശ്വാസികൾ ഈ രാജ്യം ബഹുസ്വരമാകണമെന്ന് വിചാരിക്കുന്നു. 24 പേർക്ക് അഭിപ്രായമില്ല. 24% മാത്രമാണ് ഇന്ത്യയിലെതിര്. എന്നിട്ട് ഇതിനെ അവസാനിപ്പിക്കുമ്പോൾ പ്യൂ റിസർച്ച് പറയുന്നത് 71% വിശ്വാസികളും ഈ രാജ്യം ബഹുസ്വരമാകണമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് CPM-മായി നടക്കുന്നത് ഒരു കേവല രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുക. അതൊരു രാഷ്ട്രീയ തർക്കമല്ല, സീറ്റുകളുടെ എണ്ണത്തിന്റെ പ്രശ്നമല്ല, ഐഡിയോളജിയുടെ പ്രശ്നമാണ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്തിനാണ് CPM-മായി വിട്ടുപോരേണ്ടി വന്നത്? എന്തായിരുന്നു അതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങൾ? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. സീറ്റുകളുടെ തർക്കമാണോ? സീറ്റ് കിട്ടാത്തതിനാണോ? പാർലമെന്റിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ സീറ്റ് കൊടുക്കാഞ്ഞിട്ടാണോ? അല്ല, ശരീഅത്ത് പ്രശ്നമാണ്. ശരീഅത്തിന്റെ വിഷയത്തിൽ മാർക്സിസ്റ്റ് അന്നാണ് EMSന്റെ ഈ കേരള ഗവർണർ കേരളത്തിലേക്ക് വരുന്നത് ഗവർണറായിട്ടല്ല, EMSന്റെ ക്ഷണനുസരിച്ചിട്ടാണ് ആദ്യമായിട്ട് ആ മനുഷ്യൻ കേരളത്തിൽ കാലുകുത്തുന്നത്, കോഴിക്കോട് മുതലക്കുള മൈതാനിയിൽ. അന്നാണ് EMSന്റെ വിഖ്യാതമായ പ്രസംഗം, കലക്കലക്കും മാഫിൽ അർലി, കളിയാക്കുക ഖുർആനെ, ശരീഅത്ത് വിരുദ്ധ പ്രസംഗങ്ങള്. ഇതൊരു ഐഡിയോളജിക്കൽ ഡിബേറ്റാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് തമാശയല്ല. നിങ്ങളുടെ മക്കള് തമാശക്ക് പലരും പറയും DYFI ആണ്. എൻ്റെ എളാപ്പൻ്റെ മോനുണ്ട്, വീട്ടിൽ തന്നെ പരിചയപ്പെടുത്തും, ഇവൻ കുറച്ച് ലെഫ്റ്റാണ് കേട്ടാ, SFI ആണ്. കുറച്ചൊരു തമാശക്കാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ തമാശ ഒഴിവാക്കണം. ഇതൊരു തമാശയല്ല. നിങ്ങളുടെ മക്കൾ അറിയാതെ SFIയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്, DYFIയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഒരു ചെറിയ പ്രശ്നമല്ല, അത് ഐഡിയോളജിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. വേറെയുള്ള ആളുകൾക്ക് ഈ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ, അയാളുടെ ഫോൺ വരുമ്പോൾ, അയാൾ ഇരിക്കാൻ പറയുമ്പോൾ, അയാൾ വേദിയിൽ വന്ന് പ്രസംഗിച്ച് അഭിസംബോധന വരുമ്പോൾ പുളകിതരാകുന്നത് കൊണ്ട് ഇതൊക്കെ മറന്നു പോകുന്നുണ്ടാവാം. പക്ഷേ ഈമാന്റെ കണിക ഹൃദയത്തിലുള്ളവർക്ക് അത് മറക്കാനാവുന്നതല്ല. അത് വലിയ പ്രശ്നമാണ്, കോംപ്രമൈസിന് പറ്റിയൊരു കാര്യമല്ല. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളൊക്കെ, നേരത്തെ ഷാഫി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് കൃത്യതയില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം, ഈ അടുത്ത് ബാലാവകാശ കമ്മീഷൻ എന്നതൊരു ജുഡീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും ഒരു ജുഡീഷ്യൽ ബോഡിയാണ്.
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, പക്ഷെ ജുഡീഷ്യൽ ബോഡിയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇനി സ്കൂളിൽ ഇതാ നിങ്ങൾ MLA മാഷാണ്, ഇനി അദ്ദേഹത്തെ നിങ്ങൾ മാഷെന്ന് വിളിക്കരുത്, സേർന്ന് വിളിക്കരുത്. വിളിച്ചാൽ അയാൾ ഒരു പുരുഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവും. വേറൊരു അക്ഷരം പുരുഷന്റെ ഇല്ലല്ലോ, അത് വിളിച്ചാലേ മനസ്സിലാവുള്ളൂ. ടീച്ചർമാരെ നിങ്ങൾ എന്താണ് മാഡം എന്ന് വിളിക്കരുത്. അപ്പോഴോ അത് ടീച്ചറാണ്, പെണ്ണാണെന്ന് മനസ്സിലാവും. കണ്ടാ മനസ്സിലാവില്ല എന്നാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ അധ്യാപകന്മാരെ ടീച്ചർ എന്ന കോമൺ വാക്ക് ഉപയോഗിക്കണം. അപ്പൊ ട്രോള് കുറെ വന്നു. ഗോവിന്ദൻ മാഷ ഇനി ഗോവിന്ദൻ ടീച്ചർ എന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ് ട്രോള് വന്നു. അതൊരു ട്രോളിന്റെ പ്രശ്നമല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു വാശി? ആണാണെന്നും പെണ്ണ് പെണ്ണാണെന്നും പറയാതിരിക്കുന്ന ഈ ഇക്വാലിറ്റിയുടെ ഞാൻ കൈരളിയിൽ വലിയ ന്യൂസ്, ഞാൻ വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ വലിയ ന്യൂസ് എന്താണ്? ഷാജി ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ്. ഷാജി അല്ല എതിര്, ലീഗ് എതിരാണ്, വിശ്വാസികൾ എതിരാണ്. എന്താ ഞങ്ങൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ കൂടെ അല്ല, ജെൻഡർ ജസ്റ്റിസിന്റെ കൂടെയാണ്. ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത്. ഇക്വാലിറ്റി എന്താ? പെണ്ണും ആണും ഒരേപോലെ മേപ്പട്ടക്ക് പെണ്ണ് കയറരുത് എന്നാണ് അടിസ്ഥാനപരമായ താല്പര്യം. എടോ, നമ്മളെക്കാൾ പെണ്ണിന് വിവരം ഉണ്ടെങ്കിൽ ആ വിവരം അംഗീകരിച്ചു കൊടുക്കണ്ടേ? നമ്മളെക്കാൾ പെണ്ണിന് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അംഗീകരിച്ചു കൊടുക്കണ്ടേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീബി ബിസിനസ് നടത്താൻ കൂട്ടുകയാണ്. അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? എന്നാൽ ഈ പ്രവാചകനെ വലിയ ബിസിനസ്സുകാരനാക്കിയിട്ട് സ്റ്റാഫാക്കിയിട്ട് ഖദീജ ബീബിനെ കൂട്ടിയാ പോരെ? അവിടെ കാണിക്കുന്ന ഒരു മാതൃക എന്താണ്? ഖദീജ ബീബി ഒരു ബിസിനസ്സിലെ അഗ്രഗണ്യയായ ഒരാളാണ്. പ്രവാചകനെ എടുക്കുന്നത് പോലും ഒരു തന്ത്രമാണ്, ബിസിനസ്സാണ്. അന്ന് പ്രവാചകന് അത്ര വലിയ മാർക്കറ്റ് ഉണ്ട് മക്കയില്. അല്ലമീൻ, ആരും അംഗീകരിക്കുന്നവൻ, എല്ലാവരും സമ്മതിക്കുന്നവൻ, അവൻ ബിസിനസ്സിൽ വന്നാൽ അല്ലേ? ഈ ഇക്വാലിറ്റിയുടെ അർത്ഥം എന്താ? ടീച്ചർ ഏത് ടീച്ചറാണ്? ശ്രീമതി ടീച്ചറല്ല, കഴിഞ്ഞ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ എൻ്റെ ഇടതുഭാഗത്ത് ഇരിക്കാം, പത്രസമ്മേളനമൊക്കെ നടത്താം, മിണ്ടരുത്, മാസ്ക് ഇട്ടോളണം, മുഖ്യമന്ത്രി ആവണ്ട, അത്ര വളർന്നാൽ മതി എന്നാണ്. അതിൻ്റെ അപ്പുറത്ത് വളരരുത്, വളരാൻ നിങ്ങൾ സമ്മതിക്കൂല. എന്നാൽ കഴിവുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെയല്ല ഇന്ത്യയില്, അങ്ങനെയല്ലേ? ഞങ്ങൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ കൂടെ അല്ല, ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന്റെ കൂടെയാണ്. സ്ത്രീകൾക്ക് നീതിപൂർവകമായി അവർ വരുന്നത് അവർ അവഗണിക്കാൻ കഴിയും. മുസ്ലിം ലീഗില് 51% മെമ്പർഷിപ്പ് പെണ്ണുങ്ങളതാണ്, മനസ്സിലായ? മുസ്ലിം ലീഗില് മനസ്സിലായ? എന്നാ പിന്നെ അന്ന് ഞങ്ങൾ കുറച്ച് കാണിച്ചിട്ട് 49 ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? ഞങ്ങളെക്കാൾ ഒരു പെണ്ണുങ്ങളാണെന്ന് പറയുന്നെങ്കിൽ ഉണ്ടെങ്കിൽ എന്താടോ മടി? അവിടെ ഞങ്ങൾ ജെൻഡർ ഇക്വാലിറ്റിന്റെ ഭാഗമായി 50% പെണ്ണുങ്ങളാണ്, 50% ലീഗാരെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന്റെ കൂടെയാണ്. അവര് മോളിലാണെങ്കിൽ മോളിൽ തന്നെയാണ്. 51% അവര് മുകളിലേക്ക് വരും. സ്ത്രീകൾ ഇപ്പൊ എന്താ സ്ഥിതി? CH മുഹമ്മദ് കോയ സാഹിബ് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് KC അബൂബക്കർ മൗലവിനോട് പറയാണ്, നമ്മളെ മക്കൾ ഇതുപോലെ ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്ന പോലെ തട്ടിട്ടിട്ട് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റുമോ KC നമുക്ക്? ആ സമുദായത്തിന്റെ സ്ഥിതി എന്താ? ഇപ്പൊ സത്യത്തിൽ നിങ്ങൾ വനിതാ സമ്മേളനമല്ല, ഇതുപോലത്തെ പുരുഷ സമ്മേളനം വിളിച്ചിട്ട് പറയണം, നിങ്ങളെ പെൺകുട്ടികളല്ല ആൺകുട്ടികളെ പഠിപ്പിക്കണേ. ആൺകുട്ടികളെ പഠിപ്പിക്കണ കാര്യം എന്താ? ആൺകുട്ടികൾ 19 വയസ്സാകുമ്പോഴത്തേക്കും പാസ്പോർട്ട് എടുത്ത് പോവാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി മൂത്ത് വരുമ്പോ വാപ്പ പറയാണ്, ബാ പെണ്ണോക്കണ്ടേ? പെണ്ണങ്ങ് നോക്കിയാൽ മതി. ഇവന്റെ +2 വെച്ചിട്ട് പെണ്ണൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, ഡോക്ടറേറ്റ് ആണ്, എഞ്ചിനീയർ ആണ്. ഓളിങ്ങനെ പഠിച്ച് മൂത്ത് നിൽക്കുക, ഇവൻ ഈ +2 വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവസാനം ഗൾഫിലെ സമയം തീർന്നു, പിന്നെ ബിസ്മിൻ ചെല്ലൊരു കെട്ടലാണ് കണ്ടും പൂട്ടിയിട്ട്. അതുകൊണ്ട് ആൺകുട്ടികളെ നിങ്ങൾ പഠിച്ചോളി എന്ന് പറയേണ്ടടുത്തേക്കാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് വന്നത്. ലീഗിനെ നിങ്ങൾ കളിയാക്കിക്കോളി, നാടകവും മോണോക്ടൊക്കെ കളിച്ചിട്ട് നിങ്ങൾ ആ പഞ്ചം വർത്താനം പറഞ്ഞിട്ട് ലീഗിനെ കളിയാക്കിക്കോളി. പക്ഷെ നിങ്ങളെ കളിയാക്കലിന്റെ പരിധിയിൽ ഒന്നല്ല ലീഗ്, അതുക്കും മേലെയാണ്. മനസ്സിലായ? അതങ്ങ് മേലെയാണ്. ഞാൻ പറഞ്ഞു, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്ക് നിങ്ങൾ. വെറുതെ ഒരു ആവേശം കിട്ടും പോയാൽ, ഇങ്ങനെ മഫ്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെൺകുട്ടികൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഇങ്ങനെ നടക്കണം കണ്ടാൽ ആ മെച്യൂരിറ്റിയും ആ സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു പുളകമാണ്. നിങ്ങളെ മന്ത്രിന്റെ പിന്നെ ഭാര്യനെയും പെങ്ങളെയൊക്കെ യൂണിവേഴ്സിറ്റിന്റെ ബാക്കിലെ ഡോറ് കൂടെ കയറ്റും പോലെ അല്ല, മുമ്പിലെ ഡോറ് കൂടെ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് ആ കുട്ടികൾ കയറുന്നത്. അവിടെ അറിയോ പെണ്ണുങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഈ ജെൻഡർ ഇക്വാലിറ്റിയിൽ നിൽക്കുന്നവരല്ല പെണ്ണുങ്ങൾ, ജെൻഡർ ജസ്റ്റിസിൽ നിൽക്കുന്നവരാണ്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനെ ഈ ആണിനെയും പെണ്ണിനെയും വേറെ വേറെ ആക്കിയിട്ട് അതൊന്നാണ് എന്ന് പറയേണ്ട കാര്യം എന്താണ്? എന്താ ഇതിലെ കാര്യം? എന്നിട്ട് പറയാണ്, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചാൽ, അൽഹംദുലില്ലാ ഭാര്യ പ്രസവിച്ചാൽ എന്ന് പറഞ്ഞല്ലോ, ജെൻഡർ പൊളിറ്റിക്സ് വെച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഏതായാലും നിങ്ങൾ സമ്മതിച്ചു, പെണ്ണുങ്ങൾ തന്നെ പ്രസവിക്കേണ്ടത്, അൽഹംദുലില്ലാ. പ്രസവിച്ചാൽ നിങ്ങൾ കുട്ടിയെ ആണെന്ന് പറയരുത്, അവളെന്ന് പറയരുത്, അവനെന്ന് പറയരുത്. പെണ്ണിനും ആണിനും വേറെ വേറെയുള്ള ടോയ്സ് വാങ്ങി കൊടുക്കരുത്. ആണിന്റെയും പെണ്ണിന്റെയും ഡ്രസ് ഉടുപ്പിക്കരുത്. എന്നിട്ടോ അവൻ വലുതായി വരുമ്പോ ഉമ്മനോടും ബാപ്പനോടും അച്ഛനോടും അമ്മനോടും പറയും, ഇതാ ഞാനൊരു പെണ്ണാണ്, അപ്പം വിശ്വസിച്ചാൽ മതി എന്നാണ്. മറ്റൊന്നും നിങ്ങൾ നോക്കണ്ടെന്നാണ്. ഏത് പെണ്ണ്? ഈ കുട്ടി സെൽഫ് ഐഡന്റിഫിക്കേഷൻ നടത്തണം. ഞാനൊരു പെണ്ണാണ്, ഞാനൊരു ആണാണ് എന്ന് പറയണം എന്നാണ്. ഇത് തമാശയല്ല, കേൾക്കുമ്പോൾ ഒരു തമാശയാണ്. പക്ഷേ ഇവിടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ മറവിൽ നേരത്തെ ഷാഫി പറഞ്ഞു, LGBT നിൽക്കുന്നില്ല. LGBTQ അല്ല, LGBTQIA പ്ലസ് എന്നാണ്. ഈ പ്ലസ് പ്ലസ് അപകടമാണ്. എന്താ ഞങ്ങള് അതിന് മുമ്പ് തന്നെ അപകടമുണ്ട്. എന്താണ് ക്യൂർ? എന്താണ് LGBT ഇവര് പറയണ? എന്താ ഞങ്ങള് ഈ എന്താണ് ന്യൂനപക്ഷ ലൈംഗിക വിഭാഗമുണ്ട്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നു എന്നാണ്. ഒരിക്കലും അല്ല. നിങ്ങൾ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെസ്ബിയൻ, LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ച്വാലിറ്റി, ഈ മൂന്നെണ്ണം എന്താ ഞങ്ങള്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് പെണ്ണും പെണ്ണും തമ്മിലുള്ള സെക്സ്, ആണും ആണും തമ്മിലുള്ള സെക്സ്, ആണിനോടും പെണ്ണിനോടും മാറി മാറി വരുന്ന സെക്ഷൽ ഇൻട്രസ്റ്റ്. ഈ നിങ്ങൾ ലെസ്ബിയൻ, ഗേ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിന് മൊഞ്ചുള്ള പണിയാ നിങ്ങൾ വിചാരിക്കേണ്ട. അതാ ഞാൻ പറഞ്ഞത്, നാട്ടും പുറത്തെ തനി തല്ലിപ്പൊളി പരിപാടിയാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഷാജി തല്ലിപ്പൊളി പരിപാടി എന്ന് പറഞ്ഞു. പിന്നെ ഇതിന് തല്ലിപ്പൊളി പരിപാടി എന്നല്ലാതെ വേറെ ഭാഷ ഉണ്ട ചങ്ങായിമാരെ? വേറെ ഭാഷ ഉണ്ടാ? ഇതിന് വേറെ ഭാഷ ഉണ്ടാ? നിങ്ങൾ ലെസ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് മനോഹരമായ പണിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, ഗേ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ പഠിപ്പിക്കണത്, ഇത് തമാശയല്ല. എന്നിട്ട് നാലാമത് പറയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു ഡിസേർവിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് പ്രശ്നമാണ്. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവനും ഒരു ഡിസേർവിംഗും അല്ല. എന്താണെന്നറിയങ്ങള്? ട്രാൻസ്ജെൻഡേഴ്സില് പെണ്ണായി ജനിക്കുക, എന്നാൽ ലൈംഗിക ബോധം ആണിൻ്റെതാവുക. ആണായി ജനിക്കുക, ലൈംഗിക ബോധം പെണ്ണിൻ്റെതാവുക. ഇതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ലിംഗബോധം വേറെയാവുക, വേറെ ഒന്നുണ്ട്, ജെൻഡർ ഡിസോറിസം എന്ന് പറയും. ജെൻഡർ ഡിസോറിസം എന്ന് പറയുന്നത് എന്താണെന്നറിയങ്ങള്? ഒരു ബോധം രൂപപ്പെടുക. നിങ്ങളൊക്കെ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ് ഇടും. ശ്രദ്ധിക്കണം ആ സമയത്ത്. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ് ഇടും, കൺമഷി ഇടും, ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് പതുക്കെ പതുക്കെ അവരിൽ ഒരു ലിംഗബോധം മാറുന്ന ഒരു ജെൻഡർ ഡിസോറിയാണ്. പെൺകുട്ടികളോ ആണിന്റെ വേഷം ധരിക്കും. ചിലർക്ക് ആണായി ജീവിക്കാൻ ഇഷ്ടമേ ഉണ്ടാവില്ല, എന്നാൽ അവൻ ആണാണ്. ഈ ആണ് ശാസ്ത്രക്രിയ വിധേയമാകുക. എന്നിട്ട് അവന്റെ ലിംഗം മാറ്റി അവൻ സ്ത്രീകളുടെ ലിംഗമാക്കുക. സ്ത്രീകള് അവരുടെ ലിംഗം മാറ്റി പുരുഷലിംഗം വെക്കുക. ഇതാണ് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനകത്ത് വരുന്ന ഒരു പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം അറിയങ്ങള്? മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റുക, അത് തെറ്റായ പ്രവണതയാണ്. ശരീരത്തിനനുസരിച്ച് മനസ്സിനല്ലേ മാറ്റേണ്ടത്? ഇവന്റെ അകത്ത് ഒരു ആണിന്റെ ലിംഗബോധം ഒരു പെണ്ണിനുണ്ടെങ്കിൽ അവളെ മാറ്റണം, അതല്ലേ ചെയ്യേണ്ടത്. ഇനി വേറൊന്നറിയോ നിങ്ങള്? ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് പറയാണ്, ഞാൻ പെണ്ണാവാണ് ഡോക്ടറെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയാ, പറ്റില്ല, നീ സൂക്ഷിച്ചോ, ഈ ലിംഗം മാറ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ന് ലോകത്ത്. എന്ന് വെച്ചാൽ പലരും പാഡ് വെച്ച് ജീവിക്കേണ്ടി വരുന്നുണ്ട്, മൂത്രം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോവുക, ഭീകരമായ ബാഡ് സ്മെല്ലുകൾ ഉണ്ടാവുക, വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഡോക്ടർ പറയാ, നീ സൂക്ഷിക്കുക, ഞാൻ ചെയ്തു തരാം, പക്ഷേ അതിനു മുമ്പ് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. ഇതെന്താണിത്?
നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമായിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റുക അല്ല വേണ്ടത്, മറിച്ച് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. രണ്ടാമത്തത് ഇന്റർസെക്സ് ആണ്. എന്താ ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ? മോസ്റ്റ് ഡിസേർവിംഗ് ആണ്, മോസ്റ്റ് ഡിസേർവിംഗ്. കാരണം ജനിക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് കൃത്യമായി പ്രവചിക്കാനാവാത്ത ലിംഗം ഉണ്ടാവുക. ആണിൻ്റെതും ഉണ്ടാകും, പെണ്ണിൻ്റെതും ഉണ്ടാകും. ലിംഗം എന്ന് തോന്നിപ്പിക്കാവുന്ന ചെറിയ ചെറിയ അടയാളങ്ങൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊരു പ്രയാസമുള്ള ജീവിതമാണ്. പണ്ട് ചെയ്യുന്നത്, ഈ കുട്ടികൾ വലുതാവട്ടെ എന്ന് വിചാരിക്കും. മെൻസസിന്റെ പീരിയോഡ്സിന്റെ പീരീഡ് വന്നാൽ പെണ്ണാണെന്ന് തീരുമാനിക്കുകയും പീരിയോഡ്സ് ഇല്ലെങ്കിൽ ആണാണെന്ന് തീരുമാനിക്കുകയും പിന്നെ ശാസ്ത്രക്രിയ നടത്തുകയും ചെയ്യും. എന്നാൽ ആധുനിക ലോകത്ത് ഇന്നതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഹോർമോൺ പരിശോധിച്ചാൽ കൊച്ചുനാളിൽ തന്നെ അവർക്ക് ലിംഗശാസ്ത്രക്രിയ നടത്തി അവരെ രക്ഷപ്പെടുത്താം. ഇതൊരു മോസ്റ്റ് ഡിസേർവിംഗ് കമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത് അസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് വെച്ചാൽ കല്യാണത്തിനോട് താല്പര്യമില്ലാതിരിക്കുക, കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിയാതെയാവുക, സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. ഈ വിഭാഗത്തെക്കുറിച്ച് അറിയുന്ന രക്ഷിതാക്കൾ അവരെ കല്യാണം കഴിപ്പിക്കാതിരിക്കുക എന്നതാണ് അസെക്ഷലുകളുടെ മാർഗമായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിനകത്ത് അപകടകരമായിട്ടുള്ള ഈ പറഞ്ഞ ലെസ്ബിയൻസിനെയും അതുപോലെ തന്നെ ബൈസെക്ഷലിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഗേയെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ സ്പെക്ട്രം ഉണ്ടാക്കി ഡിസേർവിംഗ് കമ്മ്യൂണിറ്റിയെ അപമാനിക്കുകയാണ് LGBT ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നം. ഇതിന്റെ മറവിൽ എന്താണെന്ന് ഞങ്ങൾ മൃഗരതിയുണ്ട്, നിസ്സാരമെന്ന് നിങ്ങൾ കരുതരുത്. മൃഗരതിയുണ്ട്, മൃഗങ്ങളുമായി സെക്സ് ചെയ്യുന്നവര്. ശവരതിയുണ്ട്, മോർച്ചറിയിൽ കിടക്കുന്ന സ്ത്രീകളുടെ ബോഡിയുമായി സെക്സ് ചെയ്ത ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്, ലോകത്ത്, കേരളത്തില്. അതൊരു രോഗാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുന്നത് ഇതൊരു മനോരോഗമല്ല എന്നാണ്. എടോ, മനോരോഗം എന്തെല്ലാം തരത്തിലുണ്ട്. ഇപ്പോ സൗത്ത് ഏഷ്യൻ ബോയ്സ് ലവേഴ്സ് ഫെഡറേഷൻ ഉണ്ട്, അമേരിക്കൻ ബോയ്സ് ലവേഴ്സ് ഫെഡറേഷൻ ഉണ്ട്. അവരിപ്പോ എന്താ പറയുന്ന കാര്യങ്ങള്? ബാലന്മാരെന്ന് പറഞ്ഞാൽ കൊച്ചു ആൺകുട്ടികളെ ഈ സെക്സിന് വിധേയമാക്കാൻ അനുമതി വേണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ പോക്സോ കേസുകളുടെ ഭാവി എന്താണ്? കേരളത്തിലുള്ള സഖാക്കൾ മറുപടി പറയ്. ഈ പ്ലസ് എന്ന് പറയുന്നിടത്ത് പിഞ്ചു പെൺകുട്ടികളെ, പീഡോഫീലിയ എന്ന് പറയുന്ന മനോരോഗമുണ്ട്. പെൺകുട്ടികളെ ഇവിടുത്തെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മനോരോഗമുണ്ട്. നിങ്ങൾ അംഗീകരിക്കോ? ഞാൻ പറയണത് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ സാമൂഹ്യ ക്രമം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങളും ഞാനൊക്കെ സ്റ്റേജിൽ നോക്കിയാൽ എന്തൊരു ഉദയാർക്കത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നിങ്ങൾ നോക്കി എന്തൊരു വൃത്തിയിലാണ് ഇരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇങ്ങനെയാ ശരിക്കുള്ള നമ്മൾ? അല്ല. നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹമുണ്ട്. ഇതൊക്കെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ? നമ്മൾ വിശ്വാസമുണ്ട്. പടച്ചോനെ മരിച്ചു പോയാൽ ബേജാറാണ്. ഇവിടെയോ സമൂഹത്തിൽ ആ പണിക്ക് പോയാൽ മറ്റോ കണ്ടാൽ കുഴപ്പമാണ്. സത്യം പറഞ്ഞാൽ അതല്ലേ? ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സാമൂഹ്യ ക്രമം ഇങ്ങനെ രൂപീകരിച്ചെടുത്തതാണ്. അല്ലാണ്ട് നിങ്ങളും ഞാനൊക്കെ നന്നായതുകൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആൻ ഉണ്ട്, പിന്നെ എൻ്റെ ജീവിതമുണ്ട്. എൻ്റെ ജീവിതം ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. ഉദാഹരണമായി ജീവിച്ചു കൊടുക്കുക. എൻ്റെ ജീവിതമുണ്ട്. ഗാന്ധിജി ഒരിക്കലും പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപൂർവ ആളുകൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? രാത്രിയിൽ ഭാര്യ കടന്നുറങ്ങുമ്പോൾ ഭർത്താവ് കടന്നുറങ്ങുമ്പോൾ ഭാര്യ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അള്ളാഹു നമ്മളല്ലാതെ ആരും കേൾക്കണില്ല. അള്ളാഹുവേ, എൻ്റെ മക്കളെ നീ എന്നെപ്പോലെ ആക്കണേ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കലുണ്ടോ? ഞാൻ കൊന്നാ പ്രാർത്ഥിക്കൂല. കാരണം എൻ്റെ മക്കൾ നന്നാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കൂല. നിങ്ങളൊക്കെ വെറുതെ ജാടക്ക് വേണ്ടി ഞാൻ പറയുന്നൊക്കെ പറയും, ആരും പറയില്ല. അതിന് ധൈര്യമുള്ള മക്കളോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. നമ്മളൊക്കെ ബേസിക്കലി മോശമാണ് സ്നേഹമുള്ളവരെ. ഇതൊക്കെ നിൽക്കുന്നത് ഈ മതവും ഈ സാമൂഹ്യ ക്രമമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതെങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ, ഇവിടെ വലിയ അനാർക്കി ഉണ്ടാവും, വലിയ അരാജകത്തുണ്ടാവും, നാട് കുട്ടിച്ചോറാവും. ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്നത് ഈ സംവിധാനത്തെ ഇല്ലാതാക്കാനാണ്. നിങ്ങൾ മനസ്സിലായില്ലേ? ഇത് ഇല്ലാതാക്കാനാണ്.
ഈ സാമൂഹ്യ ക്രമത്തിന്റെ കെട്ടഴിച്ചു വിടാണ്. ഈ മതപരമായിട്ടുള്ള നമ്മളുടെ ഈ സംവിധാനത്തിന്റെ കെട്ടായി അഴിച്ചുവിടാണ് ലിബറലിസം. അതുപോലെ തന്നെ എന്താ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനപരമായ സംവിധാനത്തെ ഇല്ലാതാക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞ എടോ, ഇത് ആ മനുഷ്യന്മാരിൽ മാത്രമുള്ള സാധനം. നിങ്ങൾ ഈ ജനറൽ ന്യൂട്രാലിറ്റി LGBT എന്നൊക്കെ പറഞ്ഞാൽ പോത്തും എരുമയും ഇല്ലാണ്ടാവോ? പശുവും കാളയും ഇല്ലാണ്ടാവോ? അതൊക്കെ പ്രകൃതിയുടെ നിയമല്ലേ? ഇനി മൃഗത്തിലും പക്ഷിയിലും മാത്രമാണോ? മരങ്ങളിൽ പൂക്കളിൽ പഴങ്ങളിൽ ആണും പെണ്ണും ഉണ്ട്. പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? പരാഗണം, പരപരാഗണം ഇവരൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും കുട്ടികളെ. എന്താ ഈ പരപരാഗണം? വണ്ട് വന്ന് ആൺപൂവിലിരിക്കും, വണ്ടിന്റെ കാലിൽ ആ പൂമ്പൊടി വരും. ഈ വണ്ട് നേരെ പോയി പെൺപൂവിലിരിക്കും, അവിടെ ഈ പൂമ്പൊടി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ആൺപൂവും പെൺപൂവും തമ്മിലുള്ള പരപരാഗണം നടന്നിട്ടാണ് ഇവിടെ പൂക്കളൊക്കെ വിരിയണത്, കായ്കളൊക്കെ ഉണ്ടാവുന്നത്. LGBT വന്നത് കൊണ്ട് ഇനി സഖാക്കൾ പരപരാഗണം നടത്തുമോ? പരപരാഗണങ്ങൾ നടത്തുമോ? അതൊക്കെ പ്രകൃതിയുടെ നിയമല്ലേന്ന്. പ്രകൃതിയുടെ നിയമല്ലേ? പ്രകൃതിയല്ലേ ഈ ആണും പെണ്ണൊക്കെ ഉണ്ടാക്കിയത്? അത് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടില്ല. ഇന്നലത്തെ വാർത്ത ഇന്ന് ഏഷ്യാനെറ്റിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോടൊന്ന് ബന്ധപ്പെട്ട ഞാൻ വേണമെങ്കിൽ നിങ്ങൾ മണ്ഡലം സെക്രട്ടറിക്ക് ഞാൻ ഇപ്പോൾ, അല്ലെങ്കിൽ പ്രസിഡന്റിനോ TV ഇബ്രാഹിമിനോ ഷമീറിനോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ അയച്ചുതരാം. ഒരു ഏഷ്യാനെറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, ഇന്നലെ വന്നതാണ്. എന്താ നിങ്ങൾ, ഒരു LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെണ്ണ് ചെവി മുറിച്ചു, മൂക്ക് മുറിച്ചു, എന്നിട്ട് ഡ്രാഗന്റെ വേഷം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ശാസ്ത്രക്രിയ നടത്തി ശരീരത്തിൽ വാലു പിടിപ്പിച്ച് ഡ്രാഗനായി മാറി. ആ ഫോട്ടോ കണ്ടാൽ പരസ്പരം കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തൊരു ഭീകരതയാണ്! സെൽഫ് ഐഡന്റിഫിക്കേഷനാണ്. ഇപ്പോൾ ഇബ്രാഹിമിനോട് ചോദിക്കുക, അധ്യാപകനായോണ്ടാ പിന്നെയും പറയണത്. എന്താ ഞങ്ങൾ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ചെറുപ്പകാലം മുതൽ വരുന്ന കൊണ്ടോട്ടിയിൽ, ചെറിയ പ്രായം മുതൽ ടിവിക്കൊക്കെ മുദ്രാവാക്യം വിളിച്ച് കിടക്കലാണ്. ആ സമയത്ത് ഇവിടെ കൊണ്ടോട്ടിയൊക്കെ TV വിളിച്ച് പരിപാടിക്ക് അഷ്റഫ് ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. TV എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ മൂത്തുണ്ട്, അതിൻ്റെ ഇടക്ക് പറയാണ്ടായി പോണ്ട. അഷ്റഫ് ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ചെറുപ്പകാലത്ത് കൊണ്ടോട്ടി വരാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നെ അറിയാം. അതുകൊണ്ട് ഞാനൊരു ആണാന്നുള്ള വിവരം നിങ്ങൾക്കറിയാം. പെണ്ണുണ്ട്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. പക്ഷേ എനിക്കൊരു അധികാരമുണ്ട്. ഈ പരിപാടിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കാൻ സെൽഫ് ഡിക്ലറേഷനാണ്. ഇനി മുതൽ ഞാനൊരു പെണ്ണാണ്. അതിനെന്താ പ്രശ്നം? ഞങ്ങൾ ജബ്ബാറാജി നാളെ എനിക്ക് വനിതാ ലീഗിൽ മെമ്പർഷിപ്പ് വരണം. ആണ് തമാശ എന്ന് വിചാരിച്ചോ? പെണ്ണുങ്ങൾക്കിടയിൽ പോയി ഇരിക്കണം, എനിക്ക് അവകാശമുണ്ട്. ആംസ്റ്റർഡാമിലെ ഒരാള് കൊലപ്പുള്ളിയാണ്. ഇന്നലെയും ആ വാർത്ത ഉണ്ട്, എൻ്റെ കയ്യിൽ അതിന്റെ ലിങ്കും ഉണ്ട്, അയച്ചുതരാം. ആംസ്റ്റർഡാമില് ഒരു കൊലപ്പുള്ളി, ഓൻ പറഞ്ഞു ഞാൻ പെണ്ണാണ്. പോലീസുകാർ പറഞ്ഞു അതെ 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 എനിക്ക് മനസ്സിലായി, ഇനി പെണ്ണ് തന്നെയാണ്. കളിയാക്കി. ഓൻ നല്ല മുഴുത്ത ആണാണ്. വലിയ വാർത്തയായി, വിഷയമായി. LGBT കമ്മ്യൂണിറ്റി വന്നു. ഇവരെ എങ്ങനെയാണ് പുരുഷന്മാരുടെ സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നത്? പെണ്ണുങ്ങളുടെ സെല്ലിലേക്ക് മാറ്റി. കൃത്യം 1 കൊല്ലമായപ്പോൾ 4 പെണ്ണുങ്ങൾ പ്രസവിച്ചു. വാർത്തയാണ്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിളില്ലേ? സെർച്ച് ചെയ്യുക. UK 10,000-ഓളം മനുഷ്യൻ പട്ടിയായി ജീവിക്കുന്നു, നായയായി ജീവിക്കുന്നു. സെൽഫ് ഐഡന്റിഫിക്കേഷനാണ്, സെൽഫ് ഡിക്ലറേഷനാണ്. നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവനെ പെൺകുട്ടികൾക്കിടയിൽ കൊണ്ടുപോയി ഇരുത്തണമെന്നാണ് പിണറായി വിജയൻ്റെ സർക്കാർ പഠിപ്പിക്കുന്നത്. പിണറായി വിജയൻ അല്ലേ, മഹാനായ എന്നൊക്കെ പ്രസംഗിച്ച് സ്വാഗതം പറഞ്ഞ് മൊഞ്ചാക്കിയിട്ട് കൊണ്ടു നടക്കണവർ കൊണ്ടു നടന്നോളി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ പോളിസി എന്താണെന്നറിയേ? 75 കൊല്ലമായി കയ്യിലുത്താൻ തുടങ്ങിയിട്ട് ഇത് വെറും ഒരു എക്സിസ്റ്റൻസ് അല്ല, ഓണറബിൾ എക്സിസ്റ്റൻസ്. ഞങ്ങളുടെ ഇസ്സത്ത് വിട്ട് കളിച്ചിട്ട് ഒരു കോംപ്രമൈസും വേണ്ട. ഒരു ഖുർആന്റെ ചോദ്യമാണ്. അതിനേക്കാൾ മനോഹരമായിട്ട് എന്താണ് ഉള്ളത്? നീ ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു സന്തോഷാതിരേകമുണ്ടല്ലോ, ഒരു അഭിമാനം ഉണ്ടല്ലോ, അതിലും വലിയ നല്ലൊരു വാചകല്ലേടോ. ഗാന്ധിജിയുടെ നാട്ടിൽ ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ ജീവിക്കുന്നത്. പ്രതീക്ഷാ നിർഭരമായും അഭിമാനകരമായും നിൽക്കാനുള്ള പ്രതലമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്.